ഇറങ്ങിക്കോളൂ. ഇതാ വീട്. സ്വന്തം വീടാണെന്ന് കരുതിക്കോളൂ അല്ലേ മയ്യേട്ടാ? അതെ. നീ ആ പെട്ടിയൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്ക്. ആ തമ്പുര് പൊട്ടാതെ നോക്കണം. എന്നിട്ട് വണ്ടി ഒന്ന് വൃത്തിയായിട്ട് കഴിക്കോ. ആ കേശുമാമ ഉണ്ടായിരുന്നു അവിടെ. ഇന്നലെ വന്നു, കണ്ടിട്ട് പോവാന്ന് എഴുതി കാത്തു നിൽക്കുകയായിരുന്നു. കോയമ്പത്തൂര് വിശേഷമൊന്നും ഇല്ലല്ലോ. ഇല്ല. എങ്ങനെയായിരുന്നു യാത്രയൊക്കെ? കേമായി. തഞ്ചാവൂർ 2 ദിവസം ജാസ്തി തങ്ങണ്ടി വന്നേ ഉള്ളൂ. ഏതാ ഈ കുട്ടി? കുറച്ച് ഇരുന്നിട്ടൊക്കെ അല്ലേ പോളൂ. ഒക്കെ വിസ്തരിച്ച് പറയാൻ കേശവാ. വാ. എന്താ വിലപ്പത്? നല്ലോണം വിളയുന്നതിന് മുമ്പ് ഇതൊക്കെ വെട്ടിയിട്ടൂലേ? ഞാൻ വന്നിട്ട് പോരായിരുന്നു തണ്ടാമ്പറമ്പിലെ കയറ്റം. ഇന്നലെ വരെ കാത്തു, പിന്നെ ബാമക്കുഞ്ഞി തന്നെ വന്നു. എന്താടി, എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ തനിച്ചുള്ള ഭരണം? ആരാ മഹിട്ടത്? ഏത്? മുത്തശ്ശിയോടൊപ്പം ഒരു പെൺകുട്ടി അകത്തേക്ക് കയറി പോണ കണ്ടല്ലോ. ഓ അതോ, അതൊരു പെൺകുട്ടി. അത് മനസ്സിലായി. അതാരെന്നാ ചോദിച്ചത്? അത് വേണി. ഏത് വേണി? ത്രിവേണി. എടി വാണിമണി വരദായിനി, വാണിമണി വരദായിനി സ്വർഗനന്ദിനി. ആ വാണിയുടെ വകയിൽ അമ്മായിയുടെ മോളായിട്ട് വരും ഈ വേണി. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയും. മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഞാൻ പറഞ്ഞത്. ഇനി നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറയാം. ബാമേച്ചനെ മുത്തശ്ശി വിളിക്കുന്നുണ്ട്. ഓ, ഞാനിപ്പോ നിന്റെ കാര്യം പറഞ്ഞ് കൈ എടുത്തോളൂ. ചെന്ന് മുത്തശ്ശിയോട് ചോദിക്കേ. ആ പോണ പോക്കിൽ ഒരു ദുൽവാലെ ജാഹങ്കാഹില്ല മഹേട്ടാ. എന്താ പ്രശ്നം? എടാ, പുണ്യപുരാണ കാലങ്ങളിൽ മുതല് പെണ്ണുങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു സംഭവത്തിന്റെ പേര് പറ. അത് ഞാനെങ്ങനെ ഓപ്പൺ ആയിട്ട് പറയണേ? അതല്ലടാ, കുശുമ്പ്. മൂപ്പിലമ്മയ്ക്ക് നേരിയ തോതിലൊരു കുശുമ്പിളകിയോ എന്നൊരു സംശയം വേണിയെ കണ്ടപ്പോ. ഏതായാലും നമുക്കൊരേരെയാണ് വീണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിത് വെച്ചൊന്ന് മൂപ്പിക്കാം. മുത്തശ്ശി എന്നെ വിളിച്ചോ? നീ ഇതെവിടെയായിരുന്നു ബാമേ? അപ്പുറത്തുണ്ടായിരുന്നു മുത്തശ്ശി. ഇതാ ഞാൻ പറഞ്ഞ ബാമ, മഹിയുടെ മുറപ്പെണ്ണ്. ഈ കുട്ടിയുടെ സാധനങ്ങളൊക്കെ നിന്റെ മുറിയിലേക്ക് വെക്ക്. ഇനി ഇവിടെയാ താമസിക്കണേ. അല്ലെങ്കിൽ അത് ശരിയാവില്ല. നിന്റെ ഒരു കൂട്ടം വൃത്തിയും വെടുപ്പും അടുക്കലും പെറുക്കലും ഒക്കെ. ആ മോളിൽ തെക്കേപ്പുറത്തെ മുറി വൃത്തിയായിട്ടല്ലേ കിടക്കണേ. അങ്ങോട്ട് കൂട്ടിക്കോളൂ. ആരാ മുത്തശ്ശി ഇത്? തഞ്ചാവൂരപ്പൻ തന്ന പ്രസാദം. ഓ, അവിടേക്കുള്ള അമ്പലത്തില് പെൺകുട്ടികളെയാവും ഇപ്പൊ പ്രസാദമായിട്ട് കൊടുക്കണത്. അത് ഞാൻ അറിഞ്ഞില്ല. കുട്ടി വരൂ. വെറും വേണിയുള്ളോ അതോ കൃഷ്ണവേണിയോ? വെറും വേണിയേ ഉള്ളൂ. ഇതെന്താ ഇങ്ങനെ ഒരു പേര്? തമിഴത്തി കുട്ടികളെ പോലെ. ഞാൻ മലയാളിയാ. അത് മനസ്സിലായി. എവിടെയാ നാട്? ശിവപുരം. പിന്നെങ്ങനെയാ തഞ്ചാവൂരി എന്ന് പെട്ടത്? അയ്യോ, ചോദിച്ചതേ ഉള്ളൂ. എനിക്ക് കുട്ടിയുടെ കഥയൊന്നും അറിയണ്ട. ആരാ എന്താന്ന് അറിയാനുള്ളൊരു കൗതുകം അത്രേ ഉള്ളൂ. അതെങ്ങനെയാ? ഇവിടെ ആരേലും എന്തേലും ചോദിച്ചാ പറയോ? എന്നെ ഇട്ട് വട്ട് കളിപ്പിക്കണത് എല്ലാവർക്കും ഒരു രസാണ്. ഇവിടെ പറയുമ്പോ പറയും ഭാമയോ, അവളൊരു മണ്ടി. മഹേട്ടനാ കുറച്ച് കൂടുതല്. പക്ഷേ എപ്പോഴും എന്തിനും എല്ലാവർക്കും ഭാമ വേണം താനും. ബാമേ കണ്ടോ, ഭാമ ചത്തുപോയി. ചിരിക്കാൻ പറഞ്ഞല്ല, ഇങ്ങനെ ഓടിച്ചാടി ചിലപ്പോ അതന്നെ ഉണ്ടാവുക. ദാ വരണോ. ആഹാ, ഇവിടെ വന്ന് നിൽക്കുക. ഞാൻ വെറുതെ. കിളികൾ ഇഷ്ടമാണോ കുട്ടിക്ക്? പ്രാവുണ്ട്. ഇനി ഇവറ്റകൾക്ക് തീറ്റ കൊടുക്കേണ്ടത് കുട്ടിയുടെ ജോലിയാ. ഇനി മുതല് ഇത് മോളുടെയും കൂടെ വീടാ. അങ്ങനെ വേണം കരുതാൻ. എല്ലാം ഫ്രീഡം ഉണ്ടാവും കുട്ടിക്കൂടെ. ഞങ്ങളൊക്കെ കൂട്ടിനുണ്ടാവും വിചാരിച്ചോ. എപ്പോഴും മനസ്സിലെ വിഷമങ്ങളൊക്കെ മറന്നു കളഞ്ഞിട്ട് നല്ല മിടുക്കി കുട്ടിയാവണം. ഞാൻ കരുതിയത് മഹീട്ടും പാടത്തേക്ക് പോയിന്നാ. നീ ഇങ്ങോട്ട് വന്നേ. മുത്തശ്ശി പറഞ്ഞല്ലോ, ഇവളൊരു പാവം കുട്ടിയാ. എന്ന് വെച്ച് നിന്റെ അത്രയും പാവമൊന്നുമല്ല, എന്നാലൊരു ചെറിയ പാവം. ചട്ടിയും കലവും പോലെ തട്ടിയും മുട്ടിയും നിങ്ങൾ തമ്മിലായിക്കോ. നന്നായി, എനിക്കൊരു കൂട്ടായല്ലോ. അടുക്കളയിൽ ഒരു ചുമട് പണിയുണ്ട്. അടുക്കളയിലെ കരിയും പോയും കൊള്ളാൻ ഇവിടെ ക്ഷണിക്കൊന്നും വേണ്ട. അതിൽ തെറ്റൊന്നുമില്ല. പെൺകുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ. പെൺകുട്ടികൾക്കല്ല, നിന്നെ പോലത്തെ പെൺകുട്ടികൾക്ക് പറ. മഹേട്ടാ, പാടത്ത് പണിക്കാര് വെയിറ്റിംഗിലാ. നമ്മൾ ചെന്നിട്ട് വേണം കൊയ്ത്തു തുടങ്ങാൻ. ഓ, നമുക്ക് പോവാം. ചെല്ലേ, ബാമേച്ചോട് ചെല്ലേ. മാധവൻ വന്ന് തിരക്കിയിരുന്നു തന്നെ. അവന്റെ തൊപ്പി എവിടെ ഒളിച്ചു വെച്ചിരിക്കണേ? തൊപ്പിയോ? ഏത് തൊപ്പി? ഏത് മാധവൻ? ചെല്ല് ചെല്ല്. നീ ഇതിന്റെ പേരിലായിക്കോ രണ്ടാളും കൂടി യുദ്ധം. ഇത് ചിരിഞ്ചിവരെ പടമൊന്നുമല്ല പറന്നു പോകാനായിട്ട്. വരൂ.
100 മേനിയാണ് ചെറിയമ്പ്ര. ആ കൈ കൊണ്ട് വിത്തെറിഞ്ഞ കൈപ്പുണ്യാണ്. നമ്മടെ അധ്വാനത്തിന്റെ ഫലം എന്ന് പറ വേലുമൂത്താരെ അല്ലടാ. അന്നാ തുടങ്ങട്ടെ. ആദിയില്ലല്ലോ ഒലന്തമില്ലല്ലോ കൊല്ലക്കാലം പോയ യുഗത്തിൽ. ആദിയില്ലല്ലോ ഒലന്തമില്ലല്ലോ കൊല്ലക്കാലം പോയ യുഗത്തിൽ. ഒച്ചയില്ലല്ലോ ഓലോശയില്ലല്ലോ കൊല്ലക്കാലം പോയ യുഗത്തിൽ. ഒച്ചയില്ലല്ലോ ഓലോശയില്ലല്ലോ കൊല്ലക്കാലം പോയ യുഗത്തിൽ. പെണ്ണു വന്നേ ഒരു ഞാറുന്നട്ടേ കൊല്ലക്കാലം പോയ യുഗത്തിൽ. പെണ്ണു വന്നേ ഒരു ഞാറുന്നട്ടേ കൊല്ലക്കാലം പോയ യുഗത്തിൽ. തന്താനേ താനോ തന തന്താനേ താനോ. അയ്യോ തൊപ്പിയില്ലല്ലോ ഒരു ജോലിയില്ലല്ലോ കൊല്ലക്കാലം പോയി യുഗത്തിൽ. തൊപ്പിയില്ലല്ലോ ഒരു ജോലിയില്ലല്ലോ കൊല്ലക്കാലം പോയി യുഗത്തിൽ. തന്താനേ താനോ. തൊപ്പിക്കളാ കേറി വാടാ. മഹിയേട്ടനില്ല ഇടപെടരുത്. എന്റെ തൊപ്പിലാടാ. നിങ്ങൾ പണിയെടുത്തോ, ഇത് ഞാൻ നോക്കിയോളാം. തൊപ്പിയില്ലല്ലോ ഒരു ജോലിയില്ലല്ലോ കൊല്ലക്കാലം പോയി യുഗത്തിൽ. നിന്നെ ഞാനിന്ന് കൊല്ലും. എന്റെ ജാതകത്തിലുണ്ട് ഒരു കള്ളനെ കൊന്ന് കോടതി കയറുന്നു. എന്റെ ജാതകത്തിലുണ്ട് ഒരു മന്ദബുദ്ധി പോലീസുകാരന്റെ തല്ലുകൊണ്ട് ഞാൻ ചാവില്ലെന്ന്. ഇതിനു മുമ്പ് എന്റെ 2 തൊപ്പി നീ കട്ടെടുത്തിട്ടില്ല. അതെ, എടുത്തതല്ല. തന്റെ ഒരു തൊപ്പി നമ്മുടെ ഡ്രൈ ക്ലീനിങ് ദാശായനയുടെ വീടിന്റെ ഇടവഴിയിൽ നിന്ന് കിട്ടി. മറ്റേ തൊപ്പി പുഴക്കരയിലെ കള്ളുഷാപ്പിന്റെ ബെഞ്ചിന്റെ അടിയിൽ നിന്ന് കിട്ടി. പിന്നെ ഈ തൊപ്പി മതി 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 പറയല്ലേ. എന്താ മാധവ അത്? ഒരു പോലീസുകാരൻ പോകാൻ പാടുള്ള സ്ഥലത്തൊക്കെയാണ് താൻ പോകുന്നത്. അയ്യേ വളരെ മോശം. ഇല്ല മഹേട്ടാ, ഇവൻ കള്ളം പറയാ, പച്ച കള്ളം. അതെ മയ്യേട്ടാ, ഇയാള് പച്ച കള്ളടിച്ചിട്ടാണ് ഈ തൊപ്പി ബെഞ്ചിന്റെ അടിയിൽ മറന്നു വെച്ചത്. ഓടാ, താൻ ഈ തൊപ്പി യൂണിഫോം തട്ടിയെടുത്തല്ലോ. അച്ഛൻ മരണക്കരക്ക് കിടന്ന് പറഞ്ഞതാ, മോനെ നിന്റെ അച്ഛൻ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കടാന്ന്. എന്നാൽ ആ ജോലി എനിക്ക് കിട്ടുള്ളൂ. അച്ഛൻ മരിച്ചപ്പോ താൻ എന്ത് ചെയ്തേ? താൻ ഏക മകനാന്ന് പറഞ്ഞ ജോലി തട്ടിയെടുത്തില്ലേ? അയ്യേ, അച്ഛന്റെ ഒഫീഷ്യൽ മോൻ ഞാനാ. അതിന്റെ തെളിവായി യൂണിഫോം. ഇത് ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാ. അപ്പൊ പാരമ്പര്യമായിട്ട് ഈ തൊപ്പി എന്റെ തലയിലിരിക്കട്ടെ, ബാക്കിയുള്ളത് താൻ എടുത്തോ. എന്റെ മാധവ, നിനക്ക് എന്നോട് മര്യാദയ്ക്ക് ചോദിച്ചാ പോരെ? ഞാനൊരു പോലീസുകാരനല്ലേ മഹിയേട്ടാ, പിന്നെ എങ്ങനെ മര്യാദക്ക് സംസാരിക്കാ? പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാൻ ടഫായതാ. ലക്ഷ്മണ, ആ തൊപ്പി കൊടുക്ക്. ഇത് ഞാൻ കൊടുക്കില്ല മയ്യേട്ടാ. കൊടുക്കടാ. മയ്യേട്ടൻ പറഞ്ഞതിന്റെ പേരിൽ കൊടുക്കാം. എന്തായാലും എന്നെ കൊണ്ട് പോലീസുകാരനാവാൻ പറ്റില്ല. പക്ഷെ പോലീസുകാരൻ്റെ ഒരു സെലൂട്ട് കിട്ടിയാൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരു സെലൂട്ട് തരണെങ്കിൽ ഈ തൊപ്പി ഞാൻ തരാം. നിന്നെ ഞാൻ സല്യൂട്ട് ചെയ്യേ. അല്ലെങ്കിൽ തൊപ്പി ഒന്ന് ചെയ്തേക്ക് മാധവ. രാഷ്ട്രീയക്കാരെ സല്യൂട്ട് ചെയ്യുന്നില്ലേ? അതിലും ഭേദമല്ലേ സ്വന്തം അഞ്ചനല്ലേ? ചെയ്യാം, പക്ഷെ എന്റെ തൊപ്പി തരുമെന്ന് എന്താ ഉറപ്പ്? ഒരു സെലൂട്ട് തരാണെങ്കിൽ എന്റെ അമ്മയാണ് സത്യം, ഈ തൊപ്പി ഞാൻ തരാം. ഞാൻ വിശ്വസിക്കില്ല. മഹിയേട്ടൻ പറഞ്ഞാൽ എന്റെ വാക്ക്. പഴയ ചാക്കും. മിണ്ടാരാ, ഒരു സല്യൂട്ട് കൊടുത്തേ. ഇങ്ങനെയല്ല, കാല് പൊക്കിയടി. ഓക്കെ ലക്ഷ്മണ, തൊപ്പി കൊടുത്തേ. ഇനി തൊപ്പി തരാം. അങ്ങനെ ആ തൊപ്പി കിട്ടിയല്ലോ, പാളത്തൊപ്പിയല്ലോ. കാലം പോയ യുഗത്തിൽ കിട്ടിയല്ലോ, പാളത്തൊപ്പിയല്ലോ. കാലം പോയ യുഗത്തിൽ. തന്താനേ താനോ തന തന്താനേ താനോ. അപ്പൂപ്പന് അറിയുന്നുണ്ടാവോ ഞാനിപ്പോ എവിടെയാണെന്ന്? ഏതെങ്കിലും ലോകത്തെന്ന് അപ്പൂപ്പൻ കാണുന്നുണ്ടോ എന്നെ? ഈ വീട്ടിലെല്ലാവർക്കും എന്നോട് സ്നേഹ. ഇപ്പൊ എനിക്ക് സന്തോഷാണോ സങ്കടാണോ ചോദിച്ചാ എനിക്കറിയില്ല. ഒന്ന് വേഗം ഉറങ്ങും മുത്തശ്ശി, എനിക്ക് ഉറക്കം വരണോ. തിരുമ്മ നീയേ. എന്താ കുട്ടി, ഉറങ്ങിയില്ലേ? ആ മുറിയില്
ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാവുന്നു. പരിചയമില്ലാത്ത സ്ഥലല്ലേ, അതുകൊണ്ടാവും. ഇവിടെ കിടന്നോളൂ. ബാമേ, ഒരു കോസറി ഇവിടെ വിരിച്ചു കൊടുക്കൂ കുട്ടിക്ക്. ഓ, ഇള്ള കുട്ടിയല്ലേ, ഒറ്റയ്ക്ക് കിടന്ന പേടിക്കാൻ. നാമം ജപിച്ച് കണ്ണടച്ച് കിടന്നാ മതി, ഉറക്കം വരും. ഓ, നീ അധികം പറയണ്ട. നീ എന്നോട്ട് എന്റെ അടുത്തുനിന്ന് മാറിക്കിടന്നു തുടങ്ങിയത്. പേടിയില്ലാത്ത ഒരാള് മാത്രോ വയസ്സറിയിക്കണേന്റെ തലേന്ന് വരെ കിടക്കയില് മുള്ളി എന്നെ മൂത്രത്തില് കുളിപ്പിച്ചിട്ടുള്ള ആളാ. മുത്തശ്ശി എനിക്കല്ലേ? അപ്പോഴേക്കും പിണങ്ങി. എന്റെ കാലൊന്ന് തിരുമു കുട്ടിയേ. എനിക്ക് വയ്യ. മുത്തശ്ശിയുടെ ഇള്ളക്കുട്ടിയോട് പറ തിരുമ്മി തരാൻ. ഓ, എന്താ മൂപ്പിലമ്മയ്ക്കൊരു കോപം? പണ്ട് കിടക്കയില് മുള്ളിയിരുന്ന കാര്യം ഈ കുട്ടിയോടൊന്ന് പറഞ്ഞുപോയി. അതന്നെ. അത്ര ഉള്ളോ? അത് ഇടയ്ക്കിടയ്ക്ക് അവൾ ഇപ്പോഴും ചെയ്യുന്നതല്ലേ? മോൾ ഉറങ്ങിയില്ല ഇതുവരെ? ഞാനൊരു ദുസ്വപ്നം കണ്ടു. ആ സുബ്രഹ്മണ്യം അതും ഇതുമൊക്കെ ആലോചിച്ച് കിടന്നിട്ടാവും. ഈ മുറിയിൽ കിടന്നോളൂ, ദുസ്വപ്നം ഒന്നും കാണില്ല. മുത്തശ്ശിയുടെ മുറിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ആ, ആരും കുട്ടിയെ പിടിക്കാൻ ഇവിടെ വരില്ല. വന്നാലും ഞങ്ങൾ ആരും കുട്ടിയെ വിട്ടുകൊടുക്കുകയില്ല ആർക്കും. പോരെ, പ്രാർത്ഥിച്ചു കിടന്നോളൂ. അതെ, എന്റെ സ്വഭാവം കുട്ടിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. ചീത്തയാ, മഹാ ചീത്തയാ ഞാൻ. എന്താ പമ്മച്ചി? ഒന്നും അറിയില്ലല്ലേ? കുട്ടിയല്ലേ ആ പിള്ളേരോട് ഓരോ തോന്നിയാസം പറഞ്ഞു കൊടുത്തത്? എന്താ ചേച്ചി, എനിക്ക് മനസ്സിലായില്ല. എന്റെ മുന്നിൽ വേണ്ട കേട്ടോ ഈ പൊട്ടങ്ങളി. എന്താ എന്താ പ്രശ്നം? അറിയില്ല, ബാമേച്ചി എന്തോ. എന്താടി? ഈ കുട്ടി ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് പിള്ളേരൊക്കെ എന്നെ കളിയാക്കണു. എന്താ പറഞ്ഞു കൊടുത്ത്? അത് എന്താ? അത് അവറ്റുള്ള എന്നെ കേം വിളിക്കണു. ഓ, കേയം. കിടക്കയില് മുള്ളി. നല്ല പേരല്ലേ കേയം. ഇനി മുതൽ നമുക്ക് അങ്ങനെ വിളിച്ചാലോ? മഹേട്ടാ, എടി പോത്തിന്റെ മോളെ, അത് വേണിയല്ല, ലക്ഷ്മണ പറഞ്ഞു കൊടുത്തത്. ഇന്നലെ മുത്തശ്ശി പറയുമ്പോ തളത്തിൽ അവനും ഉണ്ടായിരുന്നു. ആഹാ, ആ. അവനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ലക്ഷ്മണല്ല, ഞാനാ പറഞ്ഞു കൊടുത്തത്. പാവം, എന്തിനാ മയ്യേട്ടാ? ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന ലക്ഷ്മണ വധം ബാലെ കാണുവാൻ കുട്ടിയെ ഞാൻ ആർത്തവുമായി ക്ഷണിച്ചു കൊള്ളുന്നു. ലക്ഷ്മണ, നീ അല്ലേ ആ കുട്ടികളോട് പറഞ്ഞു കൊടുത്തത്? എന്താ ചേ? ആ തലവരച്ച കുട്ടികൾ എന്നെ കളിയാക്കോ? കളിയാക്കേ? എന്തിന്? നിനക്കറിയില്ലേ അല്ലേ? എന്താ കാര്യം? മൂത്രമൊഴിച്ച കാര്യം. അത് ഞാനാ പറഞ്ഞേ. ആഹാ, കാണിച്ചു തരാം ഞാൻ. ഉണ്ണാൻ കൈ കഴുകി അങ്ങോട്ട് വാ. ഒരു ഭാഗം തരില്ല നിനക്ക്. ചേച്ചി, ഞാൻ ആ കുട്ടികളോട് പറഞ്ഞത് ചേച്ചി ഇന്നലെ എന്നോട് ദേഷ്യപ്പെടണേ. ഞാനൊരു നല്ല കാര്യല്ലേ പറഞ്ഞേ. ഈ ബാമേച്ചിക്ക് ഇതെന്താ പറ്റിയ? എന്താടാ പ്രശ്നം? മഹേട്ടാ, ഒരു ആവശ്യമില്ലാണ്ട് ബാമേച്ചി എന്നോട് ചൂടാവാ. ഞാൻ ആ കുട്ടികളോട് വേലിയുടെ അപ്പുറത്ത് മൂത്രയിക്കായിരുന്നു പറഞ്ഞു. അതിനെന്താ ചേച്ചി എന്നോട് ചൂടാവണേ? എടാ, ബാമ ചെറുപ്പത്തിൽ കിടക്കയില് മുള്ളിയ കാര്യം ആ പിള്ളേരെ എങ്ങനെയോ അറിഞ്ഞവളെ കളിയാക്കി. അത് നീ പറഞ്ഞു കൊടുത്തതാണോന്ന് അവള് ചോദിക്കുന്നത്. അതാണോ? അയ്യോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഉണ്ടായി. ഞാൻ അറിഞ്ഞില്ല. ചേച്ചി, ബാമേച്ചി, എന്തോ ചീൽത്തു പോണ്. അയ്യോ, ഇങ്ങനെ ഒരു മൂത്രം ഉണ്ട്. ബാമേച്ചി, ബാമേച്ചി, ചേച്ചി കിടക്കയിലും മുള്ളി കേസ് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ആ കുട്ടികളോട് വേലിയുടെ അപ്പുറത്ത് മൂത്രം ഒഴിക്കാനുള്ള കാര്യം പറഞ്ഞേ. വേണ്ട, ഇപ്പൊ ഇനി കള്ളക്കഥ ഉണ്ടാക്കണ്ട. നീ പറയും, നീ അങ്ങോട്ടാ. ചേച്ചി, ചേച്ചിയാണോ സത്യം? ചേച്ചി ബെഡിൽ യൂറിൻ പാസ് ചെയ്ത കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞാണ് സത്യം. ബാമേച്ചി, ഇതിൽ ആരോ കള്ളക്കളി കളിച്ചിട്ടുണ്ട്. എന്താ പ്രശ്നം? കുഞ്ഞപ്പേണ്ട അമ്മയ്ക്ക് വയറുവാൻ എന്തിയെ? തന്നോട് ആരെ പെണ്ണ് കെട്ടിയെടുക്കാൻ പറഞ്ഞേ? ഈ വീട്ടിലേക്ക് എപ്പോഴും കയറി വരാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടടാ ചെറ്റേ. ഓടാ എരപ്പേ, ഇവിടെ പ്രധാനപ്പെട്ട യൂറിൻ പ്രശ്നം ചർച്ച ചെയ്തോണ്ടിരിക്കുമ്പോഴാ. അല്ലെങ്കിൽ ഈ പോലീസുകാർ ഇങ്ങനെയാ. എവിടെ വരണോ അവിടെ എല്ലാം കഴിയുമ്പോ എത്തും, എവിടെ വരണ്ടയോ അവിടെ എല്ലാത്തിനും മുമ്പ് എത്തും. പോലീസുകാരനെ തൊട്ട് കളിക്കല്ലേ. കേരള പോലീസ് ആരാണെന്ന് ഇന്ന് നീ വിവരം അറിയും. ഇന്ന് രണ്ടും കൽപ്പിച്ചാ ഞാൻ വന്നിരിക്കുന്നത്. എടാ, എന്റെ തൊപ്പിയാടാ. അത് ഇത്രളായിട്ട് കിട്ടിയില്ലേ? തൊപ്പിയില്ലല്ലോ, ഒരു ജോലിയില്ലല്ലോ, പുലക്കാലം പോയി. കിട്ടൂടാ, ഇന്ന് കിട്ടും. ബാമേച്ചി നോക്കിക്കോ, ഇന്ന് ഞാൻ ഇവനെ കൊല്ലും. എന്റെ അച്ഛനും അച്ഛന്റെ അച്ഛനൊക്കെ ഈ വീട്ടിലെ ഉപ്പും ചോറും തിന്ന് വളർന്നതായതുകൊണ്ട് ഈ മുറ്റത്ത് ഞാൻ ചോര വീഴ്ത്തുന്നില്ല. ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തേക്ക് വാടാ അച്ഛത്തെ, അവിടെ വെച്ച് കാണിച്ചു തരാം. എന്താ പ്രശ്നം? ബാമേച്ചി, എന്താ ബാമേച്ചി യൂറിൻ പ്രശ്നം? ഒന്നുമില്ല, മാധം പോ. അങ്ങനെ പോകാൻ പറ്റുമോ? ഞാൻ വേണമെങ്കിൽ ഐജിയെ വിളിക്കാം. മൂത്രത്തിൽ കല്ല്, ഞങ്ങൾ അതുകൊണ്ട് കെട്ടിടാൻ പണിയാൻ പോവാ. പോയി പണി നോക്കണോ? നീ പോടാ. നിങ്ങൾ തമ്മിൽ എന്തിനാ പ്രശ്നം? പ്രശ്നം വേറെയാ. ബാമ കിടക്കയിൽ മൂത്രം ഒഴിച്ചതാ പ്രശ്നം. ബാമേച്ചി കിടക്കയിൽ മൂത്രം ഒഴിച്ചു.
ഇനിയും ഒഴിക്കും. കിടന്നുറങ്ങുമ്പോൾ കിടക്കയിലല്ലേ മൂത്രമൊഴിക്കാൻ പറ്റൂ, അല്ലാതെ മൂത്രമൊഴിക്കാൻ വേണ്ടി ബാത്റൂം പോയി കിടന്നുറങ്ങാൻ പറ്റുമോ? ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്ത ചെറ്റെ എന്നിട്ട് നാട് മുഴുവൻ പറഞ്ഞെടുക്കാം. ഞാൻ എന്ത് പറഞ്ഞു താനീ പറഞ്ഞ? താനല്ലേ പറഞ്ഞ ബാമ വെച്ച് കിടക്കയിൽ മൂത്രമൊഴിച്ചു. അല്ല, കിടക്കയിൽ മൂത്രമൊഴിക്കണേന് മരുന്നുണ്ട്. ആടലോടകത്തിന്റെ അല്ല, ചിറ്റാമൃത വള്ളി, ഉറുന്തോട്ടി വേര്, ഇല്ലം കെട്ടിയല, 2 മണി കടുകും 2 ചുവന്നുള്ളി ഇവ സമം ചേർത്ത് അരച്ച് ഉരുട്ടിയെടുത്ത് എരുമനെയ്യിൽ മേമ്പൊടി ചേർത്ത് കഴിച്ച മൂത്രം ബ്രേക്ക് ഇട്ട പോലെ അവിടെ നിൽക്കും. പിന്നെ മുള്ളണെങ്കിൽ അന്നോടി ചോദിക്കണം. ആരും മൂത്രമൊഴിച്ച കേസ പറഞ്ഞ? ഇവിടത്തെ ബാമക്കുട്ടി. എന്താ ബാമക്കുട്ടി മൂത്രമൊഴിച്ചാ നിനക്കെന്താ? എല്ലാരും മരുന്നിണ്ടേ. നീ എന്താ പോസ്റ്റ്മാനോ അതോ വൈദ്യരോ? പോഷടാ. ഇത്രയും വലിയ പോലീസുകാരൻ ഈ കേസ് അന്വേഷിച്ചില്ല. പിന്നെ നീ കാണുന്ന ആരാ നീ? മൂത്രമൊഴിച്ചാ എന്നാ കവറിലാക്കി മൂത്രം നിൽക്കാനുള്ള മരുന്ന് അത് കൊണ്ടുപോരുത്. വൈദ്യരോ അല്ല പോസ്റ്റ്മാനോ അല്ല ഒന്നും. മൂത്രത്തിന് മരുന്ന് കൊണ്ടുവന്ന ഒരുത്തൻ. ഇവൻ ആര്? ദന്ത ഡോക്ടറോ? എന്റെ തൊപ്പി എവിടാ? എന്റെ തൊപ്പി എവിടെ? അതൊപ്പിയില്ലല്ലോ, ഒരു ജോലിയില്ലല്ലോ, പുലക്കാലം പോയ യുഗത്തിൽ. കോമ്പൗണ്ടിന്റെ പുറത്തുനിന്ന് കാണാടാ.